കൂട്ടുകാരായ 3 ആടുകളുടെയും കുറുക്കന്റെയും കഥയാണ് അടുത്തത്. കാടിനടുത്ത് അതിമനോഹരമായൊരു പുൽമേടുണ്ടായിരുന്നു. അവിടെയാണ് 3 മിടുമിടുക്കന്മാരായ മുട്ടനാടുകൾ മേഞ്ഞു നടന്നിരുന്നത്. അവർ വലിയ കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് കളിച്ചും ഇളം പുല്ല് തിന്നും അരുവിയിലെ വെള്ളം കുടിച്ചും അവർ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ദുഷ്ടനായ ഒരു കുറുക്കൻ അവരെ കൊല്ലാൻ തക്കം നോക്കി നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ മേഞ്ഞു നടക്കാനെത്തുന്ന ആടുകളെ കൊതിയോടെ അവൻ നോക്കുമായിരുന്നു. എന്നാൽ എന്നും ഒരുമിച്ച് നടക്കുന്ന ആടുകളെ ആക്രമിക്കാൻ അവന് ധൈര്യം വന്നില്ല. എന്നിട്ടും കൊതി അടക്കാനാവാതെ കുറുക്കൻ അവരുടെ മേൽ ചാടി വീണു. പിന്നത്തെ കാര്യം പറയാനുണ്ടോ? ആടുകൾ 3 ചേർന്ന് കുറുക്കനെ കൊമ്പുകൊണ്ട് കുത്തിയും കാലുകൊണ്ട് തൊഴിച്ചും ഓടിച്ചു. കുറുക്കനാകട്ടെ ജീവനും കൊണ്ട് പാഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആടുകൾ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുകയായിരുന്നു. അതിലൊരുത്തന് തന്റെ പ്രതിബിംബം അരുവിയിൽ കണ്ടപ്പോൾ ഒരു കാര്യം തോന്നി. കൂട്ടുകാരെ, കണ്ടില്ലേ, കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊമ്പുള്ളത് എനിക്കാണ്. കൂടുതൽ ശക്തിയും എനിക്ക് തന്നെ. എന്റെ കുത്തും തൊഴിയും കൊണ്ടാണ് ആ കുറുക്കൻ പേടിച്ചോടിയത്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്ക് മേയുവാനിറങ്ങും. ചങ്ങാതി, ഇത്രയും നാൾ ആ കുറുക്കന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നമ്മുടെ 3 പേരുടെയും ശക്തി കൊണ്ടാണ്. നീ ഒറ്റയ്ക്ക് പോയാൽ നിന്നെ തീർച്ചയായും അവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. പക്ഷേ അഹങ്കാരിയായ അവൻ അതൊന്നും വകവയ്ക്കാതെ പറഞ്ഞു, എന്റെ കൊമ്പിന്റെ കുത്തേറ്റാൽ ഏത് ശക്തനും ഓടിപ്പോകും. ഇന്നെയാണ് ഈ പീറ കുറുക്കൻ. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ മേയുവാനിറങ്ങി. ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് വരുന്നത്. കാടിന്റെ ഭംഗി ആസ്വദിച്ച് അഹങ്കാരത്തോടെ നടന്ന അവൻ കുറുക്കന്റെ കണ്ണിൽപ്പെട്ടു. ഒറ്റയ്ക്ക് വന്ന ആടിനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. ഇത് തന്നെ പറ്റിയ അവസരം. അവൻ ആടിനുമേൽ ചാടി വീണു. മടയനും അഹങ്കാരിയുമായ ആടിന് ഒറ്റയ്ക്കായതുകൊണ്ട് തിരിച്ചൊന്നും ചെയ്യാനായില്ല. അവന്റെ നിലവിളി പോലും ആരും കേട്ടില്ല. മറ്റു 2 പേരാകട്ടെ പുതിയ കൂട്ടുകാരുമൊത്ത് വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. അഹങ്കാരിയായ ആടിന്റെ അവസ്ഥ കണ്ടോ? അഹങ്കാരം മൂലം അവന് സ്വന്തം ജീവൻ തന്നെ നഷ്ടമായി. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം വിനയത്തോടെ പെരുമാറാൻ പഠിക്കണം. അഹങ്കാരം മനസ്സിൽ നിന്നും പൂർണ്ണമായി നീക്കുകയും വേണം.